ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി ഹെയർ ഇവിടെ ഈ റൂട്ട് ഭാഗമൊക്കെ ചെറുതായിട്ട് ഞാൻ അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റീഗ്രോത്ത് ചെയ്ത് വരുന്ന ഹെയർ ആണത്. അപ്പൊ എന്റെ ഹെയർ ഓൾറെഡി ഇങ്ങനെ കേളി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പൊ ബോട്ടോക്സ് ചെയ്തിട്ട് പിന്നെയും ഗ്രോത്ത് ചെയ്ത് തന്നെ ഹെയർ ഭയങ്കര വൃത്തികേട് ആയിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെയും പോയിട്ട് റൂട്ട് ചെയ്യണില്ല. ഞാൻ ആക്ച്വലി മുട്ട അടിക്കാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്റെ ഒരു കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ മോൾക്ക് എന്തായാലും ഹെയർ മുട്ടടിക്കണം. അപ്പൊ അതിന്റെ കൂടെ പോയി ചെയ്യണം പ്ലാൻ ഉണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഹെയർ ഗ്രോത്ത് ചെയ്ത് വരുന്നിടത്തോളം അങ്ങനെ വരട്ടെ എന്ന് വെച്ചിട്ട് അപ്പൊ പിന്നെ ഹെയർ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാലോ എന്നുള്ള പ്ലാനിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ടോണർ അപ്ലൈ ചെയ്യാം. പിന്നെ എന്റെ നൈക്കേന്റെ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ നൈക്കേന്ന് മേടിച്ചിട്ടുള്ളതാണ്. അത് ടോട്ടൻ കീയുടെ ടോണറാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ജസ്റ്റ് 2-3 ഡ്രോപ്പ് എടുത്താൽ മതി. അധികം എന്റെ സ്കിന്ന് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. മീൻസ് ഓയിലി ടീസോൺ എപ്പോഴും ഓയിലി ആയിരിക്കും. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഡ്രൈ ആയിരിക്കും. അപ്പൊ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പൊ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇങ്ങനെ ഒരു ഗ്ലോ എന്റെ ഫേസിൽ ഉണ്ടായിരിക്കും. അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ടോണർ നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും അതൊന്ന് 5 മിനിറ്റ് സെറ്റ് ആവും കൊടുത്തിട്ട് പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഉപയോഗിക്കാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പൊ ഇത് മിനിമലിസ്റ്റിന്റെ സീറാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ പോയി. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പൊ ഇത് പിയേഴ്സിനെ തന്നെ ഐബ്രോ പാലറ്റ് ആണ്. ആക്ച്വലി ഇത് പൗഡറാണ്. എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നോർമലി കുറച്ചും കൂടെ എന്താ പറയാ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പൗഡർ പോലത്തെ ഐബ്രോ കിറ്റുകളായിരിക്കും കേട്ടോ. ഈ ഒരു ഐറ്റംസിനെ പറ്റിയിട്ടാണ് ഇനി പറയാനുള്ളത് കേട്ടോ. സ്മോക്കിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റംസിലാണിത്. ഇത് ഫേസസ് കാനഡയാണ് വരുന്നത് കേട്ടോ. ചെയ്യുന്നതുണ്ട്.
നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലിപ് കോംബോ പറഞ്ഞുതരാട്ടാ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റിന് പോയിട്ടുള്ള ഒരു ലിപ് ലൈനർ ആണ്. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഒരു 69 എത്രയായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ മാർസിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടത്. ഇത് ഷെയ്ഡ് വന്നിട്ട് 01 ആണ്. ഈ ലിപ്സ്റ്റിക് ആക്ച്വലി ഇതൊരു പൗഡർ ടൈപ്പാ. പൗഡറാണിത്. നമുക്ക് അങ്ങനെ തോന്നും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട്. ഫേസ് തന്നെ മാറി. ലാസ്റ്റ് ഒരു അടിപൊളി സമയം കാണിച്ചാട്ടാ. ഇത് ഈ ഒരു കുഞ്ഞ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബോട്ടിലുള്ളത് നല്ലൊരു അടിപൊളി ബ്ലഷ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് ഒക്കെ തരുന്നൊരു ബ്ലഷ് ആണ് കേട്ടോ. അത് ഭയങ്കര ക്വാണ്ടിറ്റി, ഭയങ്കര കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്താൽ തന്നെ നല്ല ഇത് ഇങ്ങനെയാണ് വരിക. ആക്ച്വലി ഇവിടെ ഇങ്ങനെ കറക്റ്റൊന്നും വേണ്ട, അത് ഭയങ്കര കൂടുതലാവും. ഇത്രയും ഇട്ടാൽ മതി. സെയിം ഇതിന്റെ തന്നെ ഹൈലൈറ്റർ ഉണ്ട് കേട്ടോ. ഹൈലൈറ്റർ ഇപ്പൊ ഇടുന്നില്ല, നമുക്ക് ബ്ലഷ് കുറേശ്ശെ നോക്കാം. ബ്ലഷിന്റെ ഒരു എഫക്ട് നോക്കി